നമസ്കാരം. മുൻ ഡി ജി പി ടി പി സെൻകുമാറാണ് നമുക്കൊപ്പം. ദീർഘമുഖവരിയുടെ ആവശ്യമില്ല. സമീപകാലത്ത് ഇത്രയേറെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു പോലീസ് ഓഫീസറില്ല. നേരിട്ട് കടക്കാം. സർ, സ്വാഗതം. സമ്മിശ്ര വികാരത്തോടെയാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം താങ്കൾ പറഞ്ഞത്. സമ്മിശ്ര വികാരം എന്ന് പറഞ്ഞാൽ സന്തോഷമുണ്ട്, വിഷമമുണ്ട്. സന്തോഷമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? സന്തോഷമുള്ള കാര്യങ്ങൾ, നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നീതി നമുക്ക് കഴിയുന്ന സമയത്തെല്ലാം നടപ്പാക്കാനായിട്ട് കൊടുക്കാനായിട്ട് മാക്സിമം സാധിച്ചു എന്നുള്ളത്. എത്രയോ കുടുംബങ്ങൾക്ക് സഹായം നമ്മുടെ കാര്യങ്ങളുടെ ചെയ്യാൻ പറ്റി. അതുപോലെ കർശനമായിട്ടുള്ള ചില അന്വേഷണങ്ങൾ ശരിയായ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റി. അപ്പോൾ അതെല്ലാം നമ്മുടെ ഒരു സന്തോഷം, സംതൃപ്തി നൽകുന്ന കാര്യങ്ങളാണ്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയെന്നുള്ളത് മാത്രമല്ല, ഒരു പോലീസ് ഓഫീസർ എന്ന നിലയിൽ ഞാൻ ഒരാളോടും ഒരു സമയത്ത് ഒരു തെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, തെറ്റായ കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ശരിയായ കാര്യം മാത്രം, ട്രൂത്ത് ആൻഡ് ഫാക്ട്സ്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഗോ ബൈ ദ ട്രൂത്ത് ആൻഡ് ഫാക്ട്സ്. ആ തരത്തിലുള്ളൊരു സ്വീകാര്യത, ജനത്തിൻ്റെ ഭാഗത്തുള്ളൊരു സന്തോഷ പ്രകടനം താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലേ? ഈ പ്രത്യേകിച്ചും ഈ രണ്ടാം വരവിൽ വലിയ തോതിലുള്ളൊരു ജനത്തിൻ്റെ സന്തോഷം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട്, അവരുടെ സ്നേഹം താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഒരുപക്ഷെ താങ്കൾക്ക് ഈ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അത് കൂടുതൽ മനസ്സിലാകുന്നുണ്ടാവും. തീർച്ചയായിട്ടും. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന അവർക്ക് പലപ്പോഴും ലഭിക്കാത്ത എന്തോ കിട്ടുന്നു എന്നുള്ള ആ ഒരു മനസ്സിലാക്കലാണ്. ഇപ്പോൾ നമ്മളൊക്കെ പരാതിക്കാരെ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുക ആരും ഇല്ലാത്തവരെയാണ്, അങ്ങനെ വരുന്ന ആൾക്കാരെയാണ്. അപ്പോൾ കൂടുതൽ ജനങ്ങൾക്കത് കുറേ പേർക്ക് അറിയായിരിക്കും. ഇപ്പോൾ രാത്രി 12 മണിക്കൊക്കെ വിളിച്ച്, മിനിഞ്ഞാന്ന് രാത്രി 12 മണിക്ക് എന്നെ ഒരാൾ വിളിക്കുന്നു. അന്നേരം മിനിഞ്ഞാന്ന് രാത്രി എൻ്റെ പേരൊക്കെ പറഞ്ഞു, എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് ആറ്റിങ്ങൽ പോലീസിലെ SIയുടെ നമ്പർ വേണം. DGP യോടാണ്. അതന്നെ ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവർ DGPയുടെ നമ്പറൊക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ട്. ഒന്നാമത് എനിക്ക് തോന്നുന്നൊരു ഫാൻസി നമ്പർ ആയതുകൊണ്ട് എളുപ്പമാണ്. പക്ഷെ അവരുടെ സ്റ്റേഷനകത്തിലുള്ള SIയുടെ നമ്പർ കീപ്പ് ചെയ്യുന്നില്ല. അവർക്ക് സ്വീകാര്യനായിട്ടുള്ള ഒരാളാണ് എന്ന് DGPയെ കുറിച്ച് തന്നെ അവർക്ക് തോന്നലുണ്ടാകണം. എന്തുകൊണ്ട് നമ്മൾ മിക്കവാറും വളരെ അപൂർവമായിട്ടാണ് ഞാൻ അങ്ങനെ എടുക്കാതിരിക്കാറുള്ളൂ. കാരണം ഇത്തരം കാര്യങ്ങൾക്ക് മറുപടിയും ചില സമയത്ത് നമുക്ക് പറ്റില്ല. കാരണം അത്രയും സ്ട്രെസ് എടുക്കാൻ നമുക്ക് പറ്റാതാവും. പക്ഷേ കഴിഞ്ഞ തവണയ്ക്കാണെങ്കിൽ മിക്കവാറും രാത്രിയൊക്കെ ഗൾഫിൽ നിന്ന് ആൾക്കാർ വിളിക്കും. ഇപ്പോഴും ഉണ്ടായിരുന്നു. കാരണം അവർക്ക് ഞാൻ ചില ഗൾഫുകാരോട് ചോദിച്ചിട്ടുണ്ട്, നോക്ക് നിങ്ങൾ 1.5 മണിക്കൂർ ലേറ്റാണ്, പക്ഷേ ഞങ്ങളിപ്പോൾ നിങ്ങൾ 11:30 മണിക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ 1 മണിയാണ് എന്നൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട്. സന്തോഷകരമായ കാര്യങ്ങൾ അങ്ങനെ പലതുണ്ടാകും. വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നല്ല, വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങൾ നമുക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? കൂടുതലായിട്ടും സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം നമ്മൾ ഉള്ളിൽ തന്നെ അതല്ല, എനിക്ക് സർവീസിൽ പൊതുവേ ഉള്ളത്, ഒന്ന്, എനിക്ക് വളരെ കുറച്ച് സമയമേ ലോക്കൽ പോലീസിൽ വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതും ഇപ്പോൾ നോർത്തേൺ ഡിസ്ട്രിക്റ്റിൽ ഞാൻ തുടങ്ങിയത് കാസർഗോഡ്, തലശ്ശേരി, കണ്ണൂരാണെങ്കിലും പിന്നീട് അങ്ങോട്ട് നോർത്തേൺ കേരളയ്ക്ക്, തൃശ്ശൂരിന് വടക്കോട്ട് എനിക്ക് യാതൊരു പ്രവർത്തന മേഖലയില്ലായിരുന്നു. അതൊരു വലിയ പോരായ്മയാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാ IPS ഓഫീസർമാരും ഓരോ റേഞ്ചിലും മിനിമം ഓരോ ഡിസ്ട്രിക്റ്റെങ്കിലും ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രം അവർക്ക് സ്ഥലപരിചയവും അതുപോലെ ഓരോ ഡയലക്റ്റും, അല്ലെങ്കിൽ അത് ഓരോ സ്ഥലത്തുള്ള കൾച്ചറിനും ചെറിയ വ്യത്യാസമുണ്ട്. കേരളം ചെറിയ സംസ്ഥാനമാണെങ്കിലും ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള അതേ കൾച്ചറല്ല കണ്ണൂരുള്ളത്. ഈവൻ കോഴിക്കോടും കണ്ണൂരും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു സീനിയർ ഓഫീസറായി വരുമ്പോഴേക്കും അറിയണമെങ്കിൽ വളരെ പ്ലാൻഡായിട്ട് ഓരോ സ്ഥലത്തും പോസ്റ്റ് ചെയ്ത് കൊടുത്താലേ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു അപൂർവം കുറേ ഓഫീസേഴ്സിന് അത് കിട്ടിയിട്ടുണ്ട്. എല്ലായിടത്തും കുറേ അധികം നാൾ വർക്ക് ചെയ്ത ഓഫീസേഴ്സ് ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് സാധിച്ചില്ല എന്നുള്ളത് ഒരു പ്രധാന. പക്ഷെ അതൊരു ദോഷം മാത്രമല്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ADC ആയിട്ട് 4 വർഷം ഇരുന്നുകൊണ്ടാണ് ഞാൻ LLB ചെയ്തതും ഒരുപക്ഷെ എൻ്റെ PhDയുടെ ഒക്കെ ചെറിയ കാര്യങ്ങൾ തുടങ്ങി വെച്ചത്. ആ ഒരു ദോഷം ഇങ്ങനെ ഒരു ഗുണത്തിന് കാരണം എല്ലാ കാര്യങ്ങൾക്കും ഒരു കോയിന് 2 സൈഡല്ല, മൾട്ടിപ്പിൾ സൈഡാണ്. അപ്പോൾ ചില സമയത്ത് അതിലെ ചെറിയ സൈഡുകളുണ്ടാകും. ഇപ്പോൾ കോയിന് നോക്കിയാൽ അറിയാം, നല്ലതുണ്ടാവും, ദോഷമുണ്ടാകും. താങ്കളങ്ങനെ അതിനെ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. അതായത് അവിടങ്ങളിൽ ഇത്തരമൊരു സന്തോഷം തുടങ്ങിയ സമയത്ത് പോസിറ്റീവാണെന്ന് നമുക്ക് മുഴുവൻ പറയാൻ പറ്റില്ല. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ പലതും വളരെ നന്നായിട്ട് തോന്നുന്നു. ഇപ്പോൾ ഇത്രയും വലിയൊരു നിയമ പോരാട്ടത്തിന് ശേഷമാണ് ഈ കുറഞ്ഞ കാലത്തേക്ക് തിരിച്ചു വന്നത്. അതാണ് ഒരുപക്ഷെ ഈ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഏറ്റവും പരിചിതനായ ഒരു പോലീസ് ഓഫീസറായിട്ട് താങ്കളെ മാറ്റിയിട്ടുണ്ടാവുക. വലിയൊരളവോളം, അങ്ങനെയല്ലെന്നല്ല, മറ്റു കാര്യങ്ങൾ കൊണ്ട് അല്ലെന്നല്ല, പക്ഷേ എങ്കിൽ തന്നെയും ആ കാലത്ത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. തിരിച്ചു വന്നപ്പോഴാണെങ്കിൽ എല്ലാ ദിവസവും വാർത്തകളിലുണ്ട് താങ്കൾ ബുദ്ധിമുട്ടിക്കപ്പെടുന്നതായിട്ട് പല ഭാഗങ്ങളിൽ നിന്നായിട്ട്.
അങ്ങനെ ഇത്ര കടുത്ത പോരാട്ടം നടത്തി തിരിച്ചു വരേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? അതിൽ 2-3 കാര്യങ്ങളാണ്. എന്നെപ്പറ്റി വാർത്തകൾ പടച്ചുവിടാനായിട്ട് 1-2 പേരുണ്ട്. അവർക്ക് കുറേ പെയ്ഡ് പോലെയുള്ള വാർത്താ പ്രചാരകരുണ്ട്. ഇപ്പം ഞാൻ പറയാം, ഈ എന്താണ്, ഈ ഞാൻ ലീവിലിരുന്ന സമയത്ത് ഇന്ന ദിവസം ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്കറിയാമായിരിക്കും, അങ്ങനത്തെ ആൾക്കാർ ചിലരൊക്കെ ക്രിമിനൽ കേസിൽ ആൾറെഡി പെട്ട് കഴിഞ്ഞവരാണ്, കുറച്ച് ദിവസം ജയിലിൽ കിടന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇതുപോലെ വ്യാജ വാർത്തകളും, അതായത് നമ്മൾ പ്രത്യേകിച്ച് അങ്ങേർക്കൊന്നും യാതൊന്നും എഗൻസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ അവരുടെ മാത്രം എന്താണ് ആശയങ്ങൾക്കനുസരിച്ചുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ നിന്ന് കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓഫീസർമാരെ പറ്റി വ്യാജ വാർത്തകളും തെറ്റായ വാർത്തകളും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് പോയി നുണ പറയലും ഇതൊക്കെ ചെയ്യുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് എൻ്റെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്, എനിക്കെതിരായ കുറേ അധികം വാർത്തകൾ ചിലർ ഫീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കുറേ വാർത്തകൾ വന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ എനിക്കെതിരെ ഒരു പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്തു എന്നുള്ളത് വലിയ വാർത്തയായിട്ട് പത്രത്തിലും ബാക്കി എല്ലാത്തിലും വന്നു. അപ്പോൾ എൻ്റെ ഒരു ലെറ്റർ ഉണ്ട്, അങ്ങനെ ഒരു പ്രോസിക്യൂഷൻ സാങ്ഷൻ കൊടുത്തിട്ടില്ല. മാത്രമല്ല അതറിഞ്ഞ് ഞാൻ അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു ഫയൽ ഉണ്ടായിരുന്നു, അത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ അതിൽ ഒപ്പിട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ വാർത്ത വന്നത് എന്താണ്? അതുപോലെ ഇപ്പോൾ എൻ്റെ ഓഫീസിൽ നിന്നുള്ള ചെറിയ കാര്യങ്ങളുടെ ഇതൊക്കെ കൊടുക്കുന്നത്, അത് അവിടെ ഒരാളിരുന്ന് കൊടുക്കുന്നതായിരിക്കണമല്ലോ. താങ്കൾ ഇറങ്ങുമ്പോൾ മുഖ്യമന്ത്രിയുമായിട്ടൊരു പ്രശ്നവുമില്ല, മുഖ്യമന്ത്രിയുമായിട്ട് നല്ല സൗഹൃദത്തിലാണെന്ന് പറഞ്ഞ് തന്നെയാണ് ഇറങ്ങിയത്. ഗ്രേസ്ഫുള്ളായിട്ട് ആ രീതിയിൽ അതിനെ കണ്ട് തന്നെയാണ് ഇറങ്ങിയത്. പക്ഷേ ഇത്തരം ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് തടയാനുള്ള നടപടികൾ ഉണ്ടാകണമായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് താങ്കൾ ഇറങ്ങുമ്പോൾ നല്ല വാക്ക് പറഞ്ഞിറങ്ങിയേക്കാവുന്നത് കൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സമ്മതിച്ചുകൂടെ ഇനിയെങ്കിലും? ഇനി പ്രശ്നങ്ങൾ ആദ്യം ഉണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ ഇപ്പോൾ ഈ കഴിഞ്ഞ 55 ദിവസത്തിൻ്റെ അവസാന 15 ദിവസങ്ങളെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് എന്നെ നന്നായി മനസ്സിലായി തുടങ്ങി എന്ന് എനിക്ക് തോന്നി തുടങ്ങിയായിരുന്നു. കാരണം റെസ്പോൺസ് ഓരോ സമയത്ത്, ഇപ്പോൾ ആദ്യത്തെ ആഴ്ചയിലുണ്ടാകുന്ന റെസ്പോൺസ്, രണ്ടാമത്തെ ആഴ്ചയുണ്ടാകുന്ന റെസ്പോൺസ്, അതിൽ വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് തന്നെ ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ, ഒരാൾ, കാരണം ഞങ്ങൾ യാതൊരു മുൻപരിചയവും ഇല്ലാത്ത 2 പേരാണ് പരസ്പരം. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ പറഞ്ഞ് അറിയുന്ന അങ്ങനത്തെ ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് മാറി വന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. താങ്കളെ പറ്റിയിട്ട് നല്ലതല്ലാത്ത കാര്യങ്ങൾ പറയുന്ന ആളുകൾ ഒരുപക്ഷെ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരിക്കണം. തീർച്ചയായിട്ടും. ആരൊക്കെ ആയിരിക്കണം അവർ എന്ന്? അല്ല, പേര് പറയാൻ എനിക്കറിയില്ല. ഒന്ന് പൊളിറ്റിക്കലായിട്ട് ഏതെങ്കിലും ഒരു ജില്ലയിൽ 2-3 പേരേ ഉണ്ടാകുള്ളൂ. കാരണം CPM-ൻ്റെ വളരെയധികം ലീഡേഴ്സിനെ എനിക്കറിയാം. ഇപ്പോൾ ഞാൻ KSRTC-യിലുണ്ടായിരുന്നപ്പോൾ അവരവിടെ പ്രധാന യൂണിയനായിരുന്നു, അവരെ അറിയാം, എല്ലാവരെയും അറിയാം. അതുകൊണ്ട് പലരും എന്നെ വിളിച്ചിട്ടുമുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, അതായത് ഞാൻ ലീവിലായിരുന്ന സമയം, കേസൊക്കെ നടക്കുന്ന സമയം, CPM-ൻ്റെ ആളാണെന്ന് പറഞ്ഞ് തന്നെ അവരുടെ ചില ഭാരവാഹികളാണെന്ന് തന്നെ പറഞ്ഞ് എന്നെ വിളിച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, അവർ അമ്പലങ്ങളിൽ ഇന്ന അമ്പലത്തിൽ കൂടി വരണം, CPM എന്ന് പറയുമ്പോൾ എന്ന് പറയാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എല്ലായിടത്തും എനിക്ക് വരാൻ പറ്റില്ല. അപ്പോൾ അത്രയും ചെയ്ത ആൾക്കാരുണ്ട്, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അതിൽ എനിക്ക് തോന്നുന്നു ഒരു കൈവിരലിലുണ്ടാവുന്ന ആൾക്കാർക്ക് മാത്രമേ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ. പക്ഷേ അവർ ഒരു സ്ട്രോങ് പൊസിഷണൽ പവർ ഉപയോഗിച്ച്, ഇപ്പോൾ ചില പൊസിഷനിൽ ഉണ്ടാകുന്ന പവർ ഉപയോഗിച്ച് അവർ വളരെ പവർഫുള്ളായിരുന്നിരിക്കാം. മുഖ്യമന്ത്രി നിയമസഭയിലടക്കം പറഞ്ഞിട്ടുണ്ട്, താങ്കൾ നിങ്ങളുടെ പക്ഷത്തുമല്ല, അവരുടെ പക്ഷത്തുമല്ല, നിങ്ങളുടെ പക്ഷത്തുമല്ല, പ്രതിപക്ഷത്തോട് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ താങ്കളെ പറ്റിയിട്ടൊരു മുൻവിധി അദ്ദേഹത്തിനുണ്ടായിരുന്നു, അത് നിയമസഭയ്ക്കകത്ത് അടക്കം പ്രകടിപ്പിക്കുന്നതിൽ മടിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അത് പക്ഷേ മാറി വന്നിരുന്നു എന്നാണ് താങ്കൾ പറയുന്ന അവസാന കാലമാകുമ്പോഴേക്ക്. താങ്കളുടെ പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടതോടുകൂടി നേരത്തെ ഉണ്ടായിരുന്ന മുൻധാരണകൾ, തെറ്റിദ്ധാരണകൾ മാറിപ്പോയി എന്നാണോ മനസ്സിലാക്കുന്നത് താങ്കൾ? എനിക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം. അങ്ങനെ കാര്യങ്ങൾ നേരിട്ട് കണ്ടാൽ ഈ പറയുന്ന കുഴപ്പങ്ങൾ മാറിപ്പോകുന്ന ഒരാളാണ് എന്ന് താങ്കൾക്ക് അദ്ദേഹത്തെ പറ്റിയൊരു വിചാരമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് ശരിയായിട്ട് അവതരിപ്പിക്കാൻ ഞാൻ ഒരു കാര്യം പറയുന്നതിൽ യാതൊരു മടിയും കാണിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ പ്രീതിപ്പെടുത്താനായിട്ടോ അങ്ങനെ ഒരു കാര്യവും എനിക്ക് നോക്കുക. ഈ കേസിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയർ ആയിട്ടായിരുന്നു. എനിക്ക് SPC ആയിട്ടാണ് തരുന്നത്. ഇപ്പോൾ SPCയുടെ പവേഴ്സൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ അതും ഒരു ഒഫൻസൊക്കെയാണ്. ഇതൊക്കെ എനിക്ക് അറിയാനിട്ടല്ല, ഞാൻ അതിനല്ല ശ്രമിച്ചു. ഇപ്പോൾ ഉണ്ടായിരുന്ന ചെറിയ ഇറിറ്റേഷൻസ് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അത് വളരെ നിസ്സാരമായിട്ട്, ഇപ്പം നമ്മുടെ ഇവിടെ ഇപ്പോൾ കൊതുക് വന്നുകൊണ്ടാകാവുന്ന ഇറിറ്റേഷൻ പോലെയുള്ള ഇറിറ്റേഷൻസ് ആയിട്ട് കണക്കാക്കി ഞാൻ ചെയ്യേണ്ട ജോലികൾ നന്നായിട്ട് ചെയ്തു പോകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ ഈ 55 ദിവസം കൊണ്ട് കാര്യമായിട്ട് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളറിയണമെങ്കിൽ എൻ്റെ താഴെയുള്ള ഓഫീസേഴ്സിനോട് ചോദിച്ചു നോക്കുക. ഞാൻ എന്തെല്ലാം അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുത്ത്, എന്തെല്ലാം ഹെൽപ്പ് അവരെ ഡയറക്റ്റ് ചെയ്തു. ഇപ്പോൾ കോഴിക്കോടൊക്കെ വാസ്തവത്തിൽ ഇൻസിഡൻസ് ഉണ്ടാകുന്നത് SP ഒന്നും ആവശ്യപ്പെട്ടിട്ടല്ല അവിടേക്ക് ഫോഴ്സ് എത്തുന്നത്, ഞാൻ പൊസിഷൻ ചെയ്യിക്കുകയാണ്.
അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം ഞാൻ ഇടപെട്ടാണ് പെട്ടെന്ന് അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മറ്റേ ഭാഗത്തുനിന്ന് നടപടികളുണ്ടായിട്ടുണ്ടാവും, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അതാത് സമയം ചെയ്യാൻ സാധിച്ചു. പക്ഷേ ഒരൊറ്റ കാര്യം കൂടെ അതുമായി ബന്ധപ്പെട്ട് ഈ വന്നത് രണ്ടാം വരവിന് ശേഷം ഈ രഹസ്യ ടീ ബ്രാഞ്ചുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളുണ്ടല്ലോ. ഈ പ്രശ്നങ്ങൾ പക്ഷേ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളെന്ന നിലക്ക് താങ്കളെ പറ്റി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ആ സമയത്ത് തടയാമായിരുന്നു. താങ്കൾ പക്ഷേ ഉപദ്രവിക്കപ്പെടുന്ന ഫീലാണ് പുറത്തുനിന്ന ആളുകൾക്ക് ഈ വാർത്തകൾ ശരിയോ തെറ്റോ ആ വാർത്തകൾ വായിക്കുമ്പോൾ അത് ഞാൻ പറയുന്നത് എനിക്കാണല്ലോ ആ ഫീലിംഗ് വരേണ്ടത്. അങ്ങനെ ഉണ്ടായിരുന്നില്ല. അല്ല, ആ ഫീലിംഗ് നോക്കുക. അങ്ങനെ ഒന്ന് രണ്ട് ചെറിയ സംഭവം ഉണ്ടായി. അതിൽ ചില സംഭവങ്ങൾ ഞാൻ അദ്ദേഹത്തിനോട് തന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അതിനൊരു എക്സാമ്പിളാണല്ലോ അത് സാറ് സൈൻ ചെയ്തിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ഞാൻ വരുന്ന സമയത്ത് ഒരു പക്ഷേ അവർക്കെല്ലാവർക്കും ഞാൻ എന്ത് ചെയ്യും ഇപ്പോൾ എന്നൊരു അറിയില്ല. ഇപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവിക്ക് ഒരു എന്താ പറയുന്ന ഒരു ചാവേറായിട്ട് മാറിയിട്ട് വേണമെങ്കിൽ ഗവൺമെൻറ്റിനെ ഉപദ്രവിക്കാം. അത് ഉപദ്രവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ DGPക്ക് കൂടി ബാധകമാകാതെ ഉപദ്രവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുറേ എന്താണ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് ഉണ്ടാകുമെന്ന് അവർക്കൊരു ഇതുണ്ടായിരിക്കാം. എന്നെ പറ്റിയുള്ള അവർക്കുള്ള അറിവ് അല്ലെങ്കിൽ ദ പവേഴ്സ് ദാറ്റ് ബിക്കുള്ള അറിവ് അത്ര മാത്രമേ ഉള്ളൂ പ്രധാനമായിട്ട്. അതിനെ കറക്റ്റ് ചെയ്യുന്നൊരു ഇൻഫർമേഷൻ അവിടെ എത്തുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഞാൻ തന്നെ നേരിട്ടുള്ള ഇൻട്രാക്ഷൻ വഴിയാണ് അത് എത്തുന്നത്. നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിട്ട് എങ്കിലും താങ്കളുടെ കരിയർ മൊത്തത്തിലെടുത്താൽ താങ്കൾ തന്നെ നേരത്തെ അത് പറഞ്ഞു, ഈ പോലീസ് വേഷത്തിലിരിക്കാൻ ഈ ഇടതുപക്ഷ സർക്കാരുകളുടെ കാലത്ത് താങ്കൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇടതുപക്ഷ സർക്കാരുകളല്ലാത്ത കാലത്താണ് നിർണായകമായ പൊസിഷനിലൊക്കെ താങ്കൾ ഇരുന്നത്. അത് എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാരുകൾക്ക് ഇടതുപക്ഷ നേതാക്കൾക്ക് താങ്കൾ അനഭിമിതനായിരുന്നത്? എന്തുകൊണ്ടാണ്? എന്ത് കാരണങ്ങളാണ് അത്? നേരെ മറിച്ചാണ്. ആക്ച്വലി ഏറ്റവും കൂടുതൽ എന്നെപ്പറ്റി ആക്ഷേപം ഉണ്ടായത് ഞാൻ ഇടതുപക്ഷക്കാരനാണെന്നാണ്. നിങ്ങൾക്കറിയാവോ, കൊല്ലം ജില്ലയിൽ ഒരാൾ പ്രസംഗിച്ച് നടന്നത് എന്താണ്, PK ഗുരുദാസ്, അദ്ദേഹം എൻ്റെ കസേരയിലും SP-യുടെ കസേരയിലും ഞാൻ അദ്ദേഹത്തിൻ്റെ മിസ്റ്റർ ഗുരുദാസിൻ്റെ കസേരയിൽ ഇരിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ മാറി വരുന്നതാണ്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരാൾ എന്ന് വെച്ചാൽ ഇടതുപക്ഷ സർക്കാരുകൾക്ക് ഇടതുപക്ഷത്തിന് പ്രീതി ഉണ്ടായിരുന്ന ഒരാൾ പിന്നീട് എങ്ങനെയാണ് അവരാൽ തന്നെ എങ്ങനെ ദ്രോഹിക്കപ്പെടുന്ന ഒരു നിലയിലേക്ക് എത്തിയത്? അല്ല, അതിനൊരു കാര്യമുണ്ട്. ഒന്ന് ഞാൻ പറയാം. ഇപ്പോൾ ഇതിൽ ചില പോലീസ് ഓഫീസേഴ്സും ചിലരും വളരെ ഇപ്പോൾ ഗൂഢമായിട്ട് ഒരു പ്രൊപ്പഗാൻഡ നടത്തിയിരുന്നു. അതാണ് അതിൻ്റെ കാര്യം. ഞാൻ ആ ഓഫീസേഴ്സിൻ്റെ പേര് ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു പ്രൊപ്പഗാൻഡ ചിലരുടെ അടുത്ത് പോയിട്ട് ഇയാൾ ഇന്നതാണ് എന്നുള്ളത് നടത്തുന്നുണ്ടായിരുന്നു. അതായത് അതിന് മുമ്പ് ചില ഓഫീസേഴ്സിനെ ഇപ്പോൾ നോക്കൂ, ഞാൻ 1991 മാറ്റപ്പെടുമ്പോൾ ഞാൻ CPM-ൻ്റെ ആളാണ് എന്ന രീതിയിലാണ് ആദ്യം മാറ്റപ്പെടുന്നത്. അപ്പോൾ അതിനു വേണ്ടി അന്ന് പ്രവർത്തിച്ച പോലെ തന്നെ ആൾക്കാർ പിന്നീട് നേരെ മറിച്ചുണ്ടായിരുന്നു. ഞാൻ പക്ഷേ കറക്ഷൻസിനൊന്നും പോകാറില്ല, സ്വന്തമായിട്ടൊരു കറക്ഷൻ നടത്താറില്ല. അവർ മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കാറ്. അതായത് താങ്കളുടെ കൂടെ പ്രവർത്തിക്കുന്നത് രാഷ്ട്രീയ നേതാക്കളല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പുകൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇങ്ങനെ ഉണ്ടാകാറുള്ളതാണ്. താങ്കളുടെ കൂടെ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന തരാതരമനുസരിച്ച് അതാത് കാലങ്ങളിലെ രാഷ്ട്രീയ നേതൃത്വങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുക. എന്തുകൊണ്ടായിരിക്കണം താങ്കൾ അവർക്ക് ശത്രുവായി തോന്നുന്നത്? അപ്പോൾ അവരുടെ ഇതിന് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ സ്റ്റേറ്റ് ഫോർവേഡായിട്ടാണ് ഇതുവരെ നടപടികൾ എടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് എപ്പോഴും ആൾക്കാർക്ക് ആവശ്യം എന്താണ്, പലർക്കും ആവശ്യം എന്താണ്, എല്ലാത്തിനും വഴങ്ങിക്കൊടുക്കുന്ന പലരും ആയിരിക്കും, ഇവൺ വിത്തിൻ ദ ഒഫീഷ്യൽ ആൾസോ. അപ്പോൾ അതിന് പറ്റുന്നില്ല എന്ന് കാണുന്ന സമയത്ത് അയാളെ ടാർഗറ്റ് ചെയ്യുക, അതാണ്. അപ്പോൾ അതിനൊരു കാരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ രാവത ചന്ദ്രശേഖരൻ്റെ കേസൊക്കെ ആയിരിക്കും. അത് ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ ഗവൺമെൻറ്റിൻ്റെ കാലത്തും നമ്മൾ ചെയ്യുന്ന നടപടികളിൽ പലതും ചിലർക്ക് അവരെ സഹായിക്കുന്ന പോലെ തോന്നും, ചിലത് അവർക്ക് എതിരായിട്ടുള്ളത് പോലെ തോന്നും. നമ്മൾ നിയമപരമായിട്ടുള്ള നടപടി എടുക്കുമ്പോൾ എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിലുണ്ടാകുന്ന എതിർപ്പുകൾ ചിലർ ഈ രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ പേരെടുത്ത് ചോദിക്കുകയാണ് ആളുകളെ. ഇന്ന് പത്രത്തിൽ താങ്കൾ കഴിഞ്ഞ ദിവസത്തെ വിരമിക്കൽ യാത്രയയപ്പ് ചടങ്ങിൽ സംസാരിച്ചതായി പറയട്ടെ ചീഫ് സെക്രട്ടറി. ഞാൻ വ്യക്തിപരമായ, പത്രത്തിലെ വാർത്തയാണ്, എൻ്റെ ചോദ്യമല്ല, വ്യക്തിപരമായി ഒരു ഘട്ടത്തിൽ അവർ പ്രയാസപ്പെട്ടപ്പോൾ സഹായിച്ച ആളാണ് ഞാൻ. പക്ഷേ എനിക്കെതിരെ വളരെ മോശമായിട്ടുള്ള നിലപാടാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന്. അത് ശരിയാണോ? തീർച്ചയായിട്ടും. കാരണം അങ്ങനെ ക്രിട്ടിക്കൽ അന്ന് ACS ഫോമായിട്ടും ഇപ്പോൾ ചീഫ് സെക്രട്ടറി ആയിട്ടും ഇരിക്കുന്ന ആ പൊസിഷനിൽ ഇപ്പോൾ ചെയ്യേണ്ട നടപടികളല്ലല്ലോ ഉണ്ടായത്. അതെന്തുകൊണ്ടാണ് നളിനിക്ക് താങ്കളോട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ കാരണം? എനിക്ക് ആകെ മനസ്സിലാകുന്നത് ശ്രീ എസ് എം വിജയാനന്ദ് ചീഫ് സെക്രട്ടറി ആയിട്ട് വന്നത് മാത്രമാണ്. അവർ ചീഫ് സെക്രട്ടറി ആകും എന്ന് കരുതിയിരുന്ന സമയത്ത്
ശ്രീ എസ്.എം. വിജയൻ്റെ ചീഫ് സെക്രട്ടറി ആയി. അവരുടെ ചീഫ് സെക്രട്ടറിയുടെ ഇത് കുറേ അധികം പോസ്റ്റ്പോൺ ചെയ്യപ്പെട്ടു. അത് താങ്കളാണ് അതിന് പിന്നിൽ നിന്ന് കരുതിയിരുന്നു? എന്നാൽ അവർ വിചാരിക്കുന്നുണ്ടാകാം. അത് മാത്രമേ ഉള്ളൂ, കാരണം അല്ലാതെ വേറൊരു റീസൺ ഇല്ല. അവർ അതുകൊണ്ട് പക്ഷേ ഒട്ടും ന്യായീകരിക്കാനാകാത്ത കാര്യങ്ങൾ ചെയ്തു. നമുക്കറിയാവുന്ന പോലെ ഈ കേസിൻ്റെ കാര്യങ്ങളിൽ താങ്കൾ സെൻട്രൽ സർവീസ് അങ്ങോട്ടേക്ക് മാറിപ്പോകാൻ ശ്രമിച്ചത് തടയുന്നതടക്കം ഒട്ടും ന്യായീകരിക്കാനാകാത്ത ശരിയല്ലാത്ത കാര്യങ്ങൾ ചെയ്തു. അല്ല, അതാണല്ലോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും കണ്ടെത്തിയത്. പക്ഷേ അവരോട് വ്യക്തിപരമായിട്ട് അവരെ സഹായിക്കാവുന്ന സൗഹൃദമുണ്ടായിരുന്നു ആദ്യകാലത്ത്. അത് അവരെ ഓർത്തില്ല. നോക്കുക, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറിയെ ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ ട്രെയിനിങ് SP-യുടെ ഭാര്യയായിട്ടാണ്. മനസ്സിലായോ? അതിനുശേഷമാണ് അവരൊരു വിക്ടിം എന്ന നിലയിൽ അവരുടെ കേസ് ഞാൻ നോക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബന്ധങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ തമ്മിൽ അത്ര നല്ല റിലേഷൻസ് ആയിരുന്നു ഒരു ഘട്ടം വരെ. പിന്നീട് ഈ കാര്യം ശ്രീ എസ്.എം. വിജയാനന്ദ് ഇവിടെ തിരിച്ചെത്തുന്നതാണ്, ആണ് ഈ ഇഷ്യൂസ് തുടങ്ങുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. അതുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം കൂടെ, അതായത് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്, താങ്കൾക്ക് സർവീസിന് പോകേണ്ടി വന്നത്, നിയമ പോരാട്ടം നടത്തേണ്ടി വന്നത്, തിരിച്ചു വന്നത്, അതിന് ഇടയാക്കിയ സാഹചര്യമെല്ലാം രാഷ്ട്രീയ നേതൃത്വമല്ല, ഈ ഭാഗത്ത് നിന്നാണ് ഉണ്ടായത് എന്ന് വിചാരിക്കുന്നത്. അങ്ങനെയില്ല. ഒരിക്കലും അതൊരു ചീഫ് സെക്രട്ടറിക്ക് അങ്ങനെ ഒരു DGP ഒന്നും മാറ്റാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. അത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വിഭാഗം ആൾക്കാരെ എന്നെ മാറ്റണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അതിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറേ തെറ്റായ കാര്യങ്ങൾ കൊടുത്ത് അതിനെ സഹായിക്കുക എന്നുള്ളതാണ്. അതുവഴി താങ്കളങ്ങ് പോയിക്കൊള്ളുമെന്ന് കരുതിയിട്ടുണ്ടാവും. അല്ല, അപ്പോൾ അത് രണ്ട് കാര്യം. അതായത് ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മൈ എനിമീസ് എനിമി ഈസ് മൈ ഫ്രണ്ട്. ശത്രുവിൻ്റെ ശത്രു സുഹൃത്താണ്. അതൊന്ന് മാറിയാൽ നമുക്ക് കേസുകളിലേക്ക് വന്നാൽ, സമീപകാലത്ത് ഏറ്റവും പ്രമാദമായ കേസ്, അത് ചോദിക്കാതെ പോയാൽ ആളുകൾ എന്നെ ചീത്ത വിളിക്കും, ഈ ദിലീപുമായി ബന്ധപ്പെട്ട കേസ്, നടി ആക്രമിക്കപ്പെട്ട സംഭവം. അതിൻ്റെ അന്വേഷണം നേരായ വഴിക്കാണോ പോകുന്നത്? ഇതുവരെ നേരായ വഴിക്കാണ് പോയത്. അതിൽ ചില പ്രൊസീജിയറലായിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ നിർദ്ദേശിച്ചത്. അതിൽ ഞാൻ വരുന്നതിന് മുമ്പ് നടന്ന സംഭവമാണ്. അതിന് ശ്രീ ലോക്നാഥ് ബെഹ്റ തന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കിയിരുന്നു. ആ ടീമിൻ്റെ ലീഡർ ദിനേന്ദ്ര കശ്യപ് എന്ന് പറഞ്ഞ IG ആണ്. അദ്ദേഹം CBIയിലൊക്കെ 7 വർഷത്തിലധികം ഇരുന്ന് നന്നായിട്ട് നല്ലൊരു വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആൻഡ് അതുപോലെ വളരെ കുലങ്കഷമായിട്ട് നോക്കുന്നൊരു ഓഫീസറാണ്. അപ്പോൾ ഞാൻ ഇതിൽ ശ്രദ്ധിക്കുന്നത്, കാരണം ഞാൻ ശ്രദ്ധിച്ച കേസുകൾ ജിഷ്ണു കേസ് അതുപോലുള്ള കേസുകളൊക്കെയാണ്. അപ്പോൾ അതിൽ ബഹളമൊന്നും കേൾക്കുന്നില്ലല്ലോ. അപ്പോൾ അതെല്ലാം അതിന് പ്രോപ്പറായിട്ട് എന്തെല്ലാം ചെയ്യണം എന്നുള്ള എല്ലാ നിർദ്ദേശങ്ങളും വളരെ വിശദമായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ മാറി. ഇപ്പോൾ ഷാഹുൽ ഹമീദ് എന്ന് ചാലക്കുടി DSP ആണ് അതിൻ്റെ ഇപ്പോഴത്തെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. അതൊക്കെ ചെയ്തു. അപ്പോൾ എല്ലാ കേസുകളും നമുക്ക് നോക്കാൻ സമയമില്ലായിരുന്നു. അപ്പോൾ ഈ കേസ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം വളരെ രൂക്ഷമായിട്ടൊരു സംഭവമാണ് നടന്നത്, ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവം നടന്നത്. അതിൻ്റെ ക്വയറ്റ് ഇൻവെസ്റ്റിഗേഷൻ കുറച്ച് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനതിൽ, കാരണം എൻ്റെ ഒരു പീരീഡിൽ തീരുന്നൊരു കേസല്ല അത്. അപ്പോൾ അതിൽ ഞാനൊരു പ്രോപ്പർ അതിൽ ഇടപെട്ടിരുന്നില്ല. പക്ഷേ അത് കുറച്ച് ഇടപെടാൻ കാരണം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 8-10 ദിവസം മുമ്പ് മുതൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഏകദേശം 2 ആഴ്ചയുണ്ടാവും. ഇത് മീഡിയയിലൊക്കെ വീണ്ടും വരികയും ആ സമയത്ത് എല്ലാവരും എന്നെ വിളിച്ചാണ് ചോദിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ആക്ച്വലി അതിലുള്ള ടീം ലീഡറോടാണ് ചോദിക്കുന്നത് എന്താണ് സംഭവം. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം, ചില കാര്യങ്ങൾ അദ്ദേഹത്തിനും അറിയില്ലായിരുന്നു, അദ്ദേഹത്തിന് അറിയിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അത് ഇനി ഇല്ലാതിരിക്കാനാണ് ഒരു ടീം ലീഡറെ വെച്ചിട്ട് ടീം ലീഡർ അറിയാതെ സംഗതികൾ നടക്കരുത്. അത് തെറ്റായിട്ട് നടന്നു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നടക്കുകയാണെങ്കിൽ പ്രൊസീജിയറൽ കാര്യങ്ങൾ ശരിയായിരിക്കണം. കാരണം ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ആക്ച്വലി എല്ലാ ടീം അംഗങ്ങളും കൂടി ഇരുന്ന് നന്നായിട്ട് എല്ലാ തവണയും അതിന് കുലങ്കഷമായിട്ട് ഡിസ്കസ് ചെയ്ത പോയിൻറ്റ്സ്, പ്രയോറിറ്റി പോയിൻറ്റ്സ് ഇതെല്ലാം എടുത്ത് പോയാൽ മാത്രമേ ആ ഇൻവെസ്റ്റിഗേഷൻ തറവായിട്ട് വരുള്ളൂ. അപ്പോൾ അത് ഉണ്ടാകാനുള്ള നിർദ്ദേശമാണ് ഞാൻ കൊടുത്തത്. അത് പക്ഷേ ഒരു ഗുരുതരമായ വീഴ്ചയാണ്. ഈ പറയുന്ന തെറ്റായ രീതിയിൽ പോയിട്ടില്ലെങ്കിൽ തന്നെയും ഇതുപോലെ പ്രമാദമായൊരു കേസ്, മീഡിയയും ജനങ്ങളും ഇത്രയ്ക്ക് ശ്രദ്ധിക്കുന്ന സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അങ്ങേയറ്റം ക്രൈം ആയിട്ടുള്ളൊരു കേസിൽ അങ്ങനെ പ്രൊസീജിയർ ലാപ്സ് വരാൻ പാടില്ലായിരുന്നു. നേരാൻ വഴിക്ക് വേണമായിരുന്നു പോകാൻ. എന്തുകൊണ്ടായിരിക്കണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക? അതിന് ഇതൊരു എക്സ്പ്ലനേഷൻ ഇനിയിപ്പോൾ അടുത്ത SPC ആണ് ചോദിക്കേണ്ടത്. അത് എന്തുകൊണ്ടാണ് ടീം ലീഡർ പലതിലും പങ്കെടുപ്പിക്കാതിരുന്നത്. കാരണം ഹീസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫീസർ. മറ്റ് പല കേസുകൾ അദ്ദേഹത്തിന് തന്നെ ഏൽപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കേസൊക്കെ അദ്ദേഹമാണ് നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ടീം ലീഡറിന്
ടീം ലീഡറാണ് എല്ലാം നിശ്ചയിക്കേണ്ടത്. അതിന് മുകളിലുള്ള ഓഫീസേഴ്സ് ഇപ്പോൾ ADGP ആയാലും DGP ആയാലും അതിൻ്റെ മുകളിലുള്ള സൂപ്പർവിഷനാണ്. അപ്പോൾ അതിൽ ആ ടീം ശരിക്കും പോകുന്നില്ല എങ്കിലാണ് അവർ ഇൻ്റർഫിയർ ചെയ്യേണ്ടത്. അപ്പോൾ അത് അങ്ങനെയല്ല കണ്ടതുകൊണ്ടാണ് ഞാൻ അതിൽ ആ ഡയറക്ഷൻ കൊടുത്തത്. ഈ രീതിയിൽ ഫുൾ ടീം അത് പ്രോപ്പറായിട്ട് ഡിസ്കസ് ചെയ്ത് അവർ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളും അവരെ ആ ടീമിനെ കൺട്രോൾ ചെയ്യേണ്ടത് ടീം ലീഡറാണ്, ഹെഡ് ഓഫ് ദ ടീമാണ്. അദ്ദേഹം അറിയുകയും വേണമല്ല, എല്ലാം അറിയിക്കണം, എല്ലാം അറിഞ്ഞിരിക്കണം, പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അദ്ദേഹത്തിനാണ് നിർദ്ദേശം കൊടുക്കേണ്ടത്. ആ ടീം ലീഡറുടെ ഹെഡ് ഓഫ് ദ ടീമിനാണ് നമ്മൾ അതിന് മുകളിലുള്ള ഓഫീസേഴ്സ് നിർദ്ദേശം കൊടുക്കേണ്ടത്. കാരണം അതിൽ ഇടയിലുള്ള ഓരോരുത്തരെ വിളിച്ച് മുകളിൽ നിന്നുള്ള ആൾക്കാർ നിർദ്ദേശം കൊടുക്കുകയോ അവരെ മാത്രം കൊണ്ടുകൊടുക്കുകയോ ചെയ്താൽ ടീം ഹെഡിന് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് പ്രൊസീജിയറലായിട്ട് അത് കറക്റ്റ് ചെയ്യണം എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് കൊടുത്തത്. 13 മണിക്കൂറാണ് മലയാള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം ചോദ്യം ചെയ്യപ്പെട്ടത്. സ്വാഭാവികമായിട്ട് ഈ 13 മണിക്കൂറും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കേരളം മുഴുവൻ അത് ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. വലിയ തോതിലുള്ള ഊഹാപോഹങ്ങൾക്കിടയായിട്ടുണ്ട്. നമുക്കറിയില്ല ഇങ്ങനെ തന്നെയാണോ ഇത് ഇങ്ങനെ അന്വേഷിക്കേണ്ടിയിരുന്നത്, ഈ വഴിക്ക് തന്നെ പോകുന്നതാണോ ശരി? ഞങ്ങൾക്കറിയുകയില്ല, അങ്ങനെ പോകുന്നതാണോ ഈ കേസിൻ്റെ കാര്യത്തിൽ? അവിടെ എന്ത് നടന്നു എന്നുള്ളത് സത്യത്തിൽ എനിക്കും അറിയില്ല. താങ്കൾ അറിയേണ്ടതാണ്. എന്നെ അറിയിക്കേണ്ടതായിരുന്നു, പക്ഷേ ടീം ലീഡർക്കും അറിയില്ല, എനിക്കറിയില്ല. അല്ല, ഞാനിൽ അവരെന്തെങ്കിലും ഗോപ്യമായിട്ട് ചെയ്തു എന്നല്ല പറയുന്നത്, പക്ഷേ ടെക്നിക്കലായിട്ട് അതൊരു തെറ്റായ പ്രൊസീജിയറാണ്. എങ്കിലും അത്രയും നേരം ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ചോദ്യമാണ്. അത്രയും നേരം ചോദ്യം ചെയ്തുകൊണ്ട് എന്തോ ഗൗരവതരമായ കാര്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ലല്ലോ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടാകും. ഞാൻ പിന്നീട് അതിനെപ്പറ്റി ഈ ഡയറക്ഷൻ കൊടുത്തതിന് ശേഷം അതേപ്പറ്റി ഞാൻ പിന്നെ ഞാൻ ആ കാര്യങ്ങളെപ്പറ്റി ചോദിച്ചിട്ടില്ല. ഇതുപോലുള്ള പ്രമാദമായ കേസിൽ അത്ര ദീർഘമായ ചോദ്യം ചെയ്യൽ അസ്വാഭാവികതയല്ല. നോക്കി, ടൈമിലൊന്നും കാര്യമില്ല. ഗിന്നീസ് റെക്കോർഡ് ഇട്ട് ചോദ്യം ചെയ്യാമെന്നൊന്നുമല്ലല്ലോ ചോദ്യം ചെയ്യലിൻ്റെ ഉദ്ദേശം തന്നെ. ചോദ്യം ചെയ്യുന്നത് നമ്മൾ അദ്ദേഹത്തിന് കോൺട്രഡിക്ഷൻസ് എന്തൊക്കെയാണെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടാനാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെയുള്ളവരെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽസ് പറയാൻ സാധ്യതയുള്ളത് അതിനുള്ള. ഇപ്പം ഞാൻ ഒരാൾ പറയുകയാണ് ഞാൻ ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്തായിരുന്നു, അത് നമ്മൾ വെരിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടാകും എവിടേക്കാണ് അയാളുടെ ഇതുണ്ടായിരുന്നത്, ടവർ ലൊക്കേഷൻ ഉണ്ടായിരുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും. അപ്പോൾ അതാണ് ചോദിക്കേണ്ടത്. അതല്ലാതെ ഒരു 13 മണിക്കൂറോ 26 മണിക്കൂറോ ഒരാളെ ചോദ്യം ചെയ്താലും അരമണിക്കൂർ ചോദ്യം ചെയ്താലും അർത്ഥം എന്ന് പറയുന്നത് ബേസിക്കലി വാട്ട് യു ഗെറ്റ്. അപ്പോൾ ആ കാര്യമാണ് അതിൽ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ ടീം ലീഡറോട് ഇത് നിർദ്ദേശം കൊടുത്തത്. ഇത് ആദ്യമേ തയ്യാറാക്കുക, എന്താണ് നമ്മൾ അന്വേഷിക്കുന്നത്, മനസ്സിലായോ? ആ അന്വേഷിക്കുന്ന കാര്യം എങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുക, അതിനൊരു പ്ലാൻ ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെയാണ് അതിൽ ഞാൻ കൊടുത്ത ഡയറക്ഷനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നത് സെൻസേഷണൽ കേസാണ്. അപ്പോൾ വെറുതെ ഒരു മീഡിയ ഹൈപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മളൊന്നും ചെയ്യരുത്. അതേസമയം ട്രൂത്ത് കണ്ടുപിടിക്കണം, കാരണം അത്ര ഗ്രൂസം കേസാണ്. അപ്പോൾ നമ്മൾ വെറുതെ പെട്ടെന്നൊരു മീഡിയ ഹൈപ്പ്. അപ്പോൾ മാത്രമല്ല, ഇതിൽ ചിലതും സംഭവിക്കാം. ഒരു പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെടാതെ തന്നെ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതീതിയിലാകാം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ആരാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളത് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ ഇപ്പോൾ ഇയാളുടെ തന്നെ ഇപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്ത് കേസ് ചാർജ് ചെയ്ത കേസിലെ പ്രതികളുടെ ബാക്ക് ഹിസ്റ്ററി, ഇതുപോലെ പണ്ട് ഒരു അറ്റംപ്റ്റ് നടത്തി അതിന് ആരാണ് അപ്പോൾ ഉണ്ടായിരുന്നത്, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കണം. അപ്പോൾ ബേസിക്കലി ഇത് എൻ്റെ ടീം ഷുഡ് വർക്ക് ടുഗദർ. താങ്കൾ അതുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ, താങ്കൾ നമ്മുടെ ജിഷ കേസിൽ വളരെ പ്രമാദമായ കേസായിരുന്നു. താങ്കൾ ഈ അവധാനത കാണിച്ചിട്ടുണ്ട്. താങ്കൾ ഇറങ്ങിപ്പോകുന്നതിന് തൊട്ട് മുമ്പ്, അതിനുശേഷമാണ് സർക്കാർ വന്നതിന് ശേഷമാണല്ലോ. അപ്പം ഒരുപക്ഷെ ഇപ്പറയുന്ന എനിക്ക് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ സർക്കാർ പോകുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ തീർപ്പെത്തണം എന്നൊക്കെ കരുതിയിരുന്നെങ്കിൽ വേഗത്തിൽ എന്തെങ്കിലുമൊക്കെ നടപടികൾ എടുക്കാമായിരുന്നു. പക്ഷേ അതുപോലെ തന്നെയാണ് ഈ കേസിൽ സംഭവിക്കുന്നത്. താങ്കൾ ഇറങ്ങുന്നു, അതിനുശേഷമാണ് അതിൻ്റെ ഫൈനൽ. കേസ് സംഭവിച്ചത് എത്രയോ മാസം മുമ്പാണ്, 2-ാം മാസം. എന്നാലും അതിൻ്റെ ഫൈനൽ സൊല്യൂഷൻ അതിപ്പോൾ എല്ലാ കേസും എങ്ങനെ ഓരോ കേസിനും ഓരോ കേസിൻ്റേതായിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ജിഷ കേസിലൊക്കെ ഞാൻ ശ്രദ്ധിച്ചത് ഒരു നിരപരാധി ഒരിക്കലും പിടികൂടപ്പെടുന്നില്ല അണ്ടർ എനി സിറ്റുവേഷൻ. അതേസമയം അപരാധിയെ പിടിക്കാനുള്ള DNA അടക്കമുള്ള എല്ലാ എവിഡൻസും എടുത്തു വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് പിന്നീട് കിട്ടുമ്പോൾ നമുക്ക് യാതൊരു കൺഫ്യൂഷനും ഉണ്ടാവില്ല. അതൊക്കെയാണ് അതിൽ എല്ലാ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനും നമ്മൾ പൂർത്തിയാക്കി തരുന്നതാണ്. അപ്പോൾ അതിൽ സംഭവിച്ചു എന്ന് പറയുന്നത്, അയാൾ ഉപയോഗിച്ചിരുന്നൊരു മൊബൈൽ അത് പിന്നീട് ഒരു മാസം കഴിഞ്ഞിട്ടാണ് അതിലെ സിം കാർഡ് ഉപയോഗിക്കുന്നത്. അപ്പോഴാണ് അറിയുന്നത് പിന്നെ എവിടെയാണെന്ന്. അത് 15 ദിവസം മുമ്പ് ഉപയോഗിച്ചാൽ അന്നത്തെ ടീമിന് കിട്ടുമായിരുന്നു. ഇനി ഒരു മാസം കഴിഞ്ഞാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ അത്രയും കൂടി വൈകുമായിരുന്നു. അത് സ്വാഭാവികമായിട്ടും ഇത് വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ആളുകൾ പറയുന്നതാണ്. ഈ പിടിയിലായ പ്രതിയല്ല ആൾ
എന്നൊക്കെയുള്ളത് അതിനൊക്കെ തള്ളിക്കളയാവുന്നതാണല്ലോ അല്ലേ? അല്ല, ഒന്ന് ഏതായാലും അയാൾ ഒരു പ്രതിയാണെന്നുള്ളതിൽ ഒരു സംശയമില്ലല്ലോ. DNA മാച്ച് ചെയ്തിട്ടുണ്ടല്ലോ. അയാൾ മാത്രമാണ് എന്ന്. പക്ഷേ നമുക്ക് അത് ഞാൻ അതേപ്പറ്റി ഒന്നും പറയുന്നില്ല, കേസിൻ്റെ ട്രയൽ നടക്കുകയാണ്. നോക്കൂ, അവസാനത്തെ ചോദ്യം. ഇങ്ങനെ ആത്മീയമായിട്ടുള്ളൊരു കാര്യം കൂടെയുള്ള താങ്കളെ ഒരുപക്ഷേ ഭാവിയിൽ ഞങ്ങൾ ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ട് മാധ്യമങ്ങൾ നൽകി ശ്രദ്ധിക്കുന്നുണ്ട്. താങ്കൾ രാഷ്ട്രീയ പ്രവർത്തനമാകുമോ നേതാകുമോ എന്ന സംശയത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ആത്മീയമായിട്ടുള്ള ചിന്തകൾ കൂടെ ഉള്ളിലുള്ള ഒരാൾ, ഇത്തരം സമാധാനത്തെയും ശാന്തിയെയും കുറിച്ചൊക്കെ കൂടെ ചിന്തിക്കുന്ന ഒരാൾ ശോഭിക്കാവുന്ന മേഖലയായിരിക്കുമോ അത്? നമുക്ക് നമ്മൾ ഈ പല കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ പോകണമെന്നില്ലല്ലോ. ഇപ്പം ഞാൻ ഈ കേസുണ്ടായതും ഇതിലൊരു സൈറ്റേഷൻ വന്നു നോക്കി ഞാൻ പ്ലാൻ ചെയ്തതല്ലല്ലോ. നമ്മൾ എപ്പോഴും പറയില്ലേ, ആരാണ് ഡിസ്പോസ് ചെയ്യുന്നത്? പലപ്പോഴും നമ്മളല്ല ഡിസ്പോസ് ചെയ്യുന്നത്. അതും കൂടി മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾ പലപ്പോഴും കാണുന്നത്, പ്രത്യേകിച്ച് ഇത്തരം മീഡിയകളിൽ കുറച്ച് നാളത്തെ ഒരു ലൈഫ് വളരെ ആടിപ്പൊളിച്ചൊക്കെ നോക്കും. നിങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നോക്കുക അതിലെന്താ സംഭവിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ എന്താണ് ലൈഫ്, ഈസ് ദർ എനിത്തിങ് ആഫ്റ്റർ ലൈഫ്, ഈസ് ദർ സോ മെനി അതർ തിങ്സ് ആർ ദർ. ഇതെല്ലാം റിലീജിയസ് ക്വസ്റ്റ്യൻസും ഉണ്ട്, ഈവൻ എന്താണ് പറയുന്നത് സയൻറ്റിഫിക് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഇപ്പം നിങ്ങൾ എന്താണ് വായിക്കുമെന്നറിയില്ല, അങ്ങനെയുള്ള ബുക്കുകൾ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ ഇപ്പം സയൻറ്റിഫിക്കായിട്ട് തന്നെ പറയുന്നത് എന്താണ്, ഈ പ്രപഞ്ചത്തിൽ കിട്ടാവുന്ന അറിവിൻ്റെ ഒരു 2% മാത്രമേ നമുക്കറിയുള്ളൂ. 98% നമുക്കറിയില്ല. ആ 98% അറിയാത്ത നമ്മളാണ് അഹങ്കാരം കൊണ്ട് പോകുന്നത്. അപ്പോൾ അതെങ്കിലും മനസ്സിലാക്കുക നമ്മൾ. എൻ്റെ ചോദ്യത്തിൻ്റെ സെക്കൻഡ് പാർട്ടിനോട് താങ്കൾ മറുപടി പറഞ്ഞു. അതായത് അങ്ങനെയുള്ള ഒരാൾക്ക്, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് ചേർന്ന ഇടമാകുമോ രാഷ്ട്രീയ പ്രവർത്തനം? നിങ്ങൾക്ക് തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് രാഷ്ട്രീയത്തിൽ അഥവാ ആണെങ്കിൽ രാഷ്ട്രീയത്തിലെ എല്ലാം മോശം ആൾക്കാർ മാത്രം മതി എന്നാണ് വിചാരിക്കുന്നത്. എന്താണ് നിങ്ങൾ അല്ല, അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾ വെൽക്കം ചെയ്യേണ്ട. അതിലേക്ക് ചിന്തകളുള്ള താങ്കൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വേണമെന്നാണ് സ്വാഭാവികമായിട്ടും വിചാരിക്കേണ്ടത്. കാരണം ആ മേഖല അപ്പോൾ നിങ്ങൾ അതിനെ വെൽക്കം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യന് ഞാൻ ഉത്തരം തന്നുള്ളൂ. താങ്കൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി ഞങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചത്.